യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കഴിഞ്ഞ ദിവസം പകലിലും രാത്രിയിലും ഈ കഴിഞ്ഞ പകലിലും ശക്തമായ ദൈവ ആത്മാവിൻ്റെ സാന്നിധ്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ നാളുകളിൽ ഉപരിയായുള്ളൊരു ദൈവത്തിൻ്റെ പ്രത്യേകമായ പ്രസൻസ്, ഹോളി സ്പിരിറ്റിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ഒരു ചലനം, ഒരു നിയോഗം, ഒഴുക്ക് എല്ലാ ശുശ്രൂഷകൾക്കകത്തും ഉണ്ടായിരുന്നു. അതിവിടെ ശുശ്രൂഷിച്ച കർത്തൃദാസന്മാർക്കും ഇവിടെ വന്നിരുന്ന ദൈവമക്കൾക്കും, ഒന്ന് ഒരു പാട്ടിനൊപ്പം കൈയടിച്ചവർക്കും, ഒരു സ്തോത്രമെങ്കിലും പറഞ്ഞവർക്കും, ആത്മാവിൽ അല്പനേരം ആരാധിച്ചവർക്കും, ചുമ്മാതെ ഒന്ന് വീക്ഷിച്ചവർക്ക് പോലും, അല്ല ഈ ശബ്ദപരിധിക്കകത്ത് ഇത് ശ്രദ്ധിച്ചവരിൽ പോലും സ്തോത്രം, ആ മാറ്റം തിരിച്ചറിയത്തക്ക രീതിയിൽ ദൈവാത്മാവിൻ്റെ വലിയൊരു ചലനം കർത്താവ് വെളിപ്പെടുത്തിയതോർത്ത് സ്തോത്രം. ഈ ഫാസ്റ്റിംഗ് പ്രയറിനകത്ത് എൻ്റെ പ്രാർത്ഥനാ സമയത്ത് പരിശുദ്ധാത്മാവ് ഒരു തീമായി നൽകിയത്, ഇന്ന് പകലെല്ലാം ആ വചനത്തിൻ്റെ പ്രകാശനം, അതിനകത്ത് പിടിച്ച തീ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയായിരുന്നു. കെടുത്തിയാലും പോകാത്തതുപോലെ നിൽക്കുകയായിരുന്നു. എടുക്കാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യം വായിച്ചാലും. വിശ്വസിച്ചാൽ, ഒന്നും കൂടെ വായിച്ചാലും വേണ്ടി, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. എന്തിന് യേശു ഈ അത്ഭുതം ചെയ്തു എന്ന ചോദ്യത്തിന് 5 ഉപരി കാരണങ്ങൾ ഈ 11-ാം അധ്യായത്തിലുണ്ട് എന്ന് യോഗത്തിന്റെ ആരംഭ സമയം മുതൽ പറയുകയാണ്. ഒന്നും പറഞ്ഞുമില്ല. വിശ്വാസത്തിന്റെ 8 പ്രയോഗങ്ങൾ ഇതിനകത്തുണ്ട്. അതിൻ്റെ മുഖവരയ്ക്കകത്തുള്ള ചില ഭാഗങ്ങൾക്കകത്ത് ഉള്ള പ്രകാശനം അത്രത്തോളം വലുതായിരുന്നു. ഈ വിഷയം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ചില ആഴ്ചകളായി നമ്മുടെ ഇടയിൽ അഭിഷക്തന്മാർ മാറി 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 പ്രസംഗിക്കൊണ്ടിരിക്കുക. എന്നിട്ടും ഇതിനകത്തെ പ്രകാശനം തീരുന്നില്ല. മനസ്സിലിരിക്കാൻ അടുക്കിന് പറയാം, എന്തിന് കർത്താവ് ഈ അത്ഭുതം ചെയ്തു. 1 എടുക്കാം, 11-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യം. അവരുടെ നിമിത്തം, ചുറ്റുമുള്ള പുരുഷാരം നിമിത്തം, അവരുടെ നിമിത്തം ലാസർ ഉയർക്കണം. എന്തിനീ അത്ഭുതം നടക്കണം? അവരുടെ നിമിത്തം. ഇത് വിസ്തരിച്ച് പറയേണ്ടതാണ്. പോയിന്റ് ആയിട്ട് ഒരു പ്രസംഗം തന്നെ കൈത്തരാം. 2, എന്തിന് കർത്താവ് ഈ അത്ഭുതം ചെയ്തു? വിശകലനം ചെയ്ത് ചിന്തിക്കേണ്ടതാണ്. ഇത്രയും പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും. നമ്മൾ കൂടുതലും പ്രസംഗിക്കുന്നവരും ധ്യാനിക്കുന്നവരുമാണ്. 11-ാം അധ്യായം അതിന് 15-ാമത്തെ വാക്യം 2. അവിടെ ഒരു കുത്തും കോമയെ കൊണ്ട്, അത് കറക്റ്റാണ്. ഒന്നും കൂടെ വായിച്ചു തന്നെ സിസ്റ്ററിന് വായിച്ചേ. വായിച്ചേ. പോയി നിങ്ങൾ ഒരു കുത്ത് കഴിഞ്ഞിട്ട് കോമയിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. ഈ നിങ്ങളാരാ? ശിഷ്യന്മാർ. യേശു എന്തിനിത് ചെയ്തു? രണ്ടാമത്തെ കാര്യം, ശിഷ്യന്മാര്
ഈ കൂടെ നടക്കുന്നുള്ളവർക്ക് വിശ്വാസം ഇല്ലേ? ഒരു പുള്ളി 3.5 കൊല്ലം ബൈബിൾ സ്കൂളിൽ പഠിച്ചും ഗ്രാജുവേറ്റ് ചെയ്തിട്ട് പറഞ്ഞ കാര്യം, യേശു ഉയർത്ത ശേഷം അവൻ്റെ ആണിപ്പഴുതിൽ ഞാൻ വിരലിട്ട ശേഷവും എന്ത് ചെയ്യത്തുള്ളൂ. ഗ്രാജുവേറ്റ് സ്റ്റുഡന്റാ ഈ പുള്ളി ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നി തോമാച്ചൻ വാ തുറക്കുന്നത്, ചിലർ വാ തുറക്കുന്ന അവിശ്വാസം പറയാനേ ഉടക്കിനെ വാ തുറക്കൂ. ഇവിടെയും പറഞ്ഞിട്ടുണ്ട്. തോമാച്ചൻ പറഞ്ഞ തൊട്ട് താഴെ നോക്കിയ ഡയലോഗ്, നമ്മുടെ പിള്ളേരുടെ ഭാഷ ഡയലോഗാ, ഒന്ന് വായിച്ചു. വചനമാണ്. തോമാച്ചൻ പറഞ്ഞ ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ട്, വായിച്ചേ. ആര് പറഞ്ഞു? അവനോട് കൂടെ. ഇവിടെ തോമാച്ചൻ പറയാണ്, ദിദിമോസ് എന്ന് തോമസ് പറഞ്ഞ വാക്കാണ്. ഇവിടുത്തെ തോമാച്ചൻ പറഞ്ഞത്, അവനോട് കൂടെ മരിക്കേണ്ടതിന് എന്ത് ചെയ്യാം, നാമും പോകാം. നോക്കൂ, ഇവരുടെ വിശ്വാസം നിങ്ങൾ വിശ്വസിക്കാൻ ഇടയാകുമല്ലോ. അപ്പോൾ അകത്തുള്ളവരാണ്, കൂടുള്ളവരാണ്, അപ്പം തിന്നവരാണ്, അത്ഭുതം കണ്ടവരാണ്, കാനാവിലെ കല്യാണം അടയാളങ്ങളുടെ ആരംഭമായി ചെയ്തത് മുതൽ ഒപ്പമുള്ളവരുണ്ട്. എന്നിട്ടും കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലുള്ള വിശ്വാസത്തിലേക്ക് ഇവര് വന്നിട്ടില്ല. അപ്പോൾ ഇവർക്കൊരു ലെവലുണ്ട്, അതിനപ്പുറത്തേക്ക് ഇവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പുറമറ്റം ചർച്ചിൽ ഉള്ളവർക്ക് ഓരോ സഭയ്ക്ക് ഓരോ നിലയുണ്ട് കേട്ടോ. സ്തോത്രം. ഇത് പുറത്ത് ശുശ്രൂഷയ്ക്ക് പോകുന്ന ദൈവദാസന്മാർക്കറിയാം. ഇത്രയൊന്നും ആരാധന ഇല്ലാത്ത സഭയുണ്ട്. അയ്യോ, അതാ കൂടുതൽ. ഓരോരുത്തര് ഒരു പരിധി വെച്ചിട്ടുണ്ട്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്ന ലെവൽ, നിങ്ങൾ ഈ വിശ്വാസത്തിന്റെ ലെവലല്ല, അടുത്തൊരു ലെവലാ കണ്ടേക്കുന്നത്. നെക്സ്റ്റ് 11-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മാർത്ത 5 മുതൽ വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ പകല് വായിച്ചു, മാർത്ത, മറിയ, ലാസർ അല്ലേ. എന്നാലേ 12-ാം അധ്യായം 1-ാം വാക്യം വായിച്ചു, 3-ാമത്തെ നേരത്തേക്ക് എങ്ങനെയാ പറഞ്ഞത്? മാർത്ത. ഇപ്പോ ലാസർ വെളിയിൽ വന്നു. യവൻ ഈ വീട്ടില് 3-ാമനായി പമ്മിയിരിക്കുകയായിരുന്നു. ആമേൻ. ഉയർത്ത് വെളിയിൽ വന്ന ശേഷം പിന്നെ അറിയപ്പെടുന്നത് ലാസർ പാർത്ത ബെഥാന്യ. സ്തോത്രം. നോക്കണേ, ഹല്ലേലൂയ. ബെഥാന്യയിലെ മാർത്തയുടെയും മറിയയുടെയും ഇളയ സഹോദരൻ ആ ചെറുക്കൻ ലാസർ ഇങ്ങനെ കിടന്നതാ. നിന്റെ പേരിൽ ലാസർ ഒരു നാടറിയത്തക്ക രീതിയിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്തിന് കർത്താവ് ഇത് ചെയ്തു? ലാസറിനെ വെളിയിൽ കൊണ്ടുവന്നു. ലാസറിനെ വെളിയിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ കല്ലറയ്ക്ക് വെളിയിൽ മാത്രമല്ല, ലാസറിനെ സമൂഹത്തിന്റെ വെളിയിൽ കൊണ്ടുവന്നു. ലാസറിനെ വിശുദ്ധന്മാരുടെ ഇടയിൽ വെളിയിൽ കൊണ്ടുവന്നു. ലാസറിനെ എണ്ണപ്പെട്ടവനായി വെളിയിൽ കൊണ്ടുവന്നു. ഇത്രയും കാലം ഈ യുവാവ് അവിടെ ഉണ്ടായിട്ട് ആരും ഇവന് മൈൻഡ് ചെയ്യണമെന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നുമില്ല. എന്നാൽ ആമേൻ, ഇതിന് ശേഷം ലാസറിന്
ഇതിനു മുമ്പ് യേശു അവ വീട്ടിൽ പോയിട്ടുണ്ട്. ലാസർ എവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചെന്നൊന്നും കാണുന്നില്ല. എന്നാൽ ഉയർത്തതിന് ശേഷം യേശുവിനോടൊപ്പം പന്തിയിലുണ്ട്. ഹല്ലേലൂയ. എവിടെയൊക്കെ മൂലയിൽ ഒതുങ്ങിക്കിടക്കുന്ന ചില ലാസർമാരെ യേശുവിന്റെ ഒപ്പം പന്തിക്കകത്തേക്ക് കേട്ടാൻ, പുറമറ്റത്ത് അതുപോലെ ചില ലാസർമാരെ പന്തിക്കകത്തേക്ക് കയറ്റാൻ എത്ര പേർക്ക് ഏറ്റെടുക്കാൻ പറ്റും? അന്ധരാധന. ആ മനുഷ്യൻ ഞാനാകണേ. പ്രാർത്ഥിച്ചാട്ടെ, ആ മനുഷ്യൻ എന്റെ വീട്ടിൽ നിന്നാകണേ. ആ മനുഷ്യൻ ഇവിടുത്തെ യുവജനത്തിൽ നിന്നാകണേ. ആ മനുഷ്യൻ നോക്കുക. സ്തോത്രം. ആമേൻ. 4, വിശ്വസിച്ചാൽ നീ. ആ പ്രയോഗം ഒന്ന് ശ്രദ്ധിച്ചേ. നീ. മോളിലൊരു പ്രയോഗം നിങ്ങൾ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇൻഡിവിജ്വൽ ആയിട്ടാണ്. നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അത് പറഞ്ഞ ശേഷം ആമേൻ പിന്നീട് മാർത്തയ്ക്കും മറിയയ്ക്കും ഒക്കെ പറയാനുള്ളത് ഇങ്ങനെ തിരിച്ചാണ്. വിശ്വസിക്കുന്നു ഞാൻ മഹത്വം കാണും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ നീ കാണാത്ത ഒരു ലെവലിൽ, നിനക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു ലെവലിൽ, നീ അറിഞ്ഞിട്ടുള്ള അറിവിനപ്പുറത്തൊരു ലെവലിൽ, ഇന്ന് പകലിൽ കേട്ട പോലെ നിനക്ക് കുറച്ച് അറിവുണ്ട്. ഒടുക്കത്തെ പുനരുദ്ധാനത്ത് ഉയർക്കുമെന്നതാണ് നിന്റെ അറിവ്. എന്നാൽ നിന്റെ അറിവിനപ്പുറത്തുള്ളൊരു ലെവലിൽ ആമേൻ. സ്വത്രം 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 സ്വത്രം. ഞാൻ ആരെന്ന് നിന്നിൽ തെളിയിക്കാൻ പോകുകയാണ്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് കൈമാറുന്ന ആലോചന നിന്റെ ചിന്തയുടെ ലെവലിനപ്പുറം, കണക്കുകൂട്ടലിനപ്പുറം, നീ പഠിച്ചെടുത്ത അറിവിനപ്പുറം, നിന്റെ തലയിലിരിക്കുന്ന ജ്ഞാനത്തിനപ്പുറം. സ്തോത്രം. ആമേൻ. പ്രിയരെ, യേശു ഇത് ചെയ്തത് കൃത്യമായ ഉദ്ദേശത്തോടെ, നമ്മുടെ ഭാഷയെ പറഞ്ഞ കൃത്യമായ പ്ലാനിങ്ങിൽ. ബഥാനിയെന്ന് യേശു കറക്റ്റ് കിലോമീറ്റർ വലിഞ്ഞിരുന്നു. സ്തോത്രം. കറക്റ്റ് ടൈം ബഥാനിയിലേക്ക് അടുത്തു. 4-ാമത്തെ ദിവസം കറക്റ്റ് യേശു അവിടെ വന്നു. യേശുവിന്റെ ഇടപെടൽ എല്ലാം കൃത്യ. സമയം വൈകി ഓടുന്നു ജീസസ് ക്രൈസ്റ്റ് ഇല്ല. എന്റെ ദൈവം തക്ക സമയത്ത് എനിക്ക് വേണ്ടി ഇടപെടും. അത് വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ടച്ചിങ്, കർത്താവിന്റെ കരത്തിന്റെ തൊടൽ, കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയുടെ പ്രവൃത്തി, അവൻ തക്ക സമയത്തെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പനേരം ആരാധിപ്പാൻ നിയോഗമുള്ളവരെല്ലാം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവ് പ്രത്യേക ഒരു അന്തരീക്ഷത്തിലേക്ക് അപ്പോസ്തല പ്രവൃത്തിയിലെ അറ്റ്മോസ്ഫിയർ ഓഫ് മിറക്കിൾ, ആ അന്തരീക്ഷത്തിലേക്ക് പുറമറ്റത്തുള്ള ദൈവസഭയെ അതിനകത്തേക്ക് പരിശുദ്ധാത്മാവ് കയറ്റുകയാണ്. ഈ സമയം നീ വിശ്വാസത്തോടെ കൽപ്പിക്കുന്നത്, ഈ സമയത്ത് നീ വിശ്വസിക്കുന്നത്, ഈ വിശ്വാസത്തോടെ നീ എടുക്കുന്ന ചുവടുകൾ, വിശ്വാസത്തോടെ നീ പറയുന്ന കാര്യങ്ങൾ, വിശ്വാസത്തോടെ നീ നടത്തുന്ന പ്രഖ്യാപനങ്ങൾക്ക് സ്വർഗം അവൻ സൈൻ ചെയ്യുന്ന രാത്രിയോ. ധനാധനാധനാധനാസിയാധനാധനാധന